ഇപ്പം പല MEP ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വെയിൻസ് MEP അക്കാഡമിയുടെ പ്രത്യേകത? MEP എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട സംഭവമല്ല. യഥാർത്ഥത്തിൽ MEP എന്ന് പറയുന്നത് നമ്മൾ MEP എന്ന് പറയുമ്പം ലൈവ് പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പോൾ നമ്മളൊക്കെ മുന്നേ MEP പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഒരുപാട് തിയറികൾ പഠിച്ചിട്ടുണ്ട്. ഈ തിയറികൾ ഒരിക്കലും നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് ഈ തിയറികളുടെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം MEP വർക്കുകൾ പ്രോപ്പറായിട്ട് ചെയ്യാനറിയുന്ന ഒരാളെയാണ് അവർ സ്റ്റാഫായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ, തിയറി വേണ്ടെന്നല്ല, തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ ലൈവ് പ്രൊജക്റ്റ് എക്സ്പീരിയൻസോട് കൂടി MEP പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സൈറ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓൺഗോയിങ് ആയിട്ടുള്ള സൈറ്റാണ്. അപ്പം ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സൈറ്റിൽ പോയിട്ട് എടുക്കുന്നത്, അതിൻ്റെ ഡിസൈൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈൻ പ്രകാരം അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുന്ന് ഒരുപാട് MEP സ്റ്റുഡൻസ് ഇറങ്ങുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള MEP എൻജിനീയേഴ്സിനെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണോ, ഞങ്ങൾ യഥാർത്ഥത്തിൽ MEP കോൺട്രാക്ടേഴ്സ് കൂടിയാണ്. അപ്പം ഞങ്ങളുടെ അണ്ടറിലാണ് നമ്മളിങ്ങനെ ഒരു MEP ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന പല ആളുകൾക്കും ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ടാവും, MEP സർട്ടിഫിക്കറ്റുകളുണ്ടാവും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ട് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു എഞ്ചിനീയർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ അവരെ കൂടി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇന്ന് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പല സ്ഥാപനങ്ങളും നമ്മളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മളുടെ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യാനും വേണ്ടിയിട്ട്.